ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യന്മാരോടും വലിയൊരു ജനക്കൂട്ടത്തോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തീമിയോസിന്റെ പുത്രനായ ബർത്തേമൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രേനായ യേശുവാണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുക്കലെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധനായ മനുഷ്യൻ അവിടുത്തോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസ വെളിച്ചത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ യേശുവിന്റെ ജീവിതയാത്രയിൽ ഒരുപിടി അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. യേശുവിന്റെ സഞ്ചാര വഴികളിലെല്ലാം വല്ലാത്തൊരു ദൈവീയ അനുഭവം അവർ അനുഭവിച്ചു. കാണുന്നവർക്കൊക്കെ സൗഖ്യവും സാന്ത്വനവും നൽകി. യേശു കാണുന്നവർ, യേശുവിനെ കാണുന്നവർ, യേശു തൊട്ടവർ, യേശുവിനെ തൊട്ടവർ, യേശുവിന്റെ നാമം ഉച്ചരിച്ച് പറഞ്ഞവർ, ക്രിസ്തുവിന്റെ ഇടപെടലിലെല്ലാം അവർക്ക് രക്ഷയും സമാധാനം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലെ അന്ധനായ ബർത്തിമൂസ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്നാണ് നിലവിളിക്കുക. അവൻ യേശു കടന്നു പോകുന്നുവെന്ന് തിരിച്ചറിയുകയും അവൻ പ്രാർത്ഥനാപൂർവം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം നൽകുക. നീ ഏത് ദുരനുഭവത്തിലാണ് നിലവിളിക്കുന്നതെങ്കിലും നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിനക്കുണ്ട്. നീ വേദനയോടെ, കണ്ണുനീരോടെ, നൊമ്പരത്തോടെ, വിശ്വാസത്തോടെ നിലവിളിക്കുമ്പോൾ സ്വർഗം നിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കും. ഈ മനുഷ്യൻ എത്രയോ ഭാഗ്യപ്പെട്ടവനാണ്. അവൻ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. യേശുവിന്റെ സ്വരം അവന് മനസ്സിലായി. യേശുവിന്റെ പാദത്തിനരികിൽ അവൻ ചെല്ലുകയും അവന്റെ കൃപയുടെ പാദത്തെ സ്പർശിക്കുകയും ചെയ്തു. യേശുവിനോട് അവൻ സംസാരിച്ചു. യേശുവിൽ അവൻ വിശ്വസിച്ചു. യേശുവിന്റെ സ്പർശനം അവൻ അനുഭവിച്ചു. യേശു നൽകുന്ന സൗഖ്യം സ്വീകരിക്കുവാൻ അവൻ യോഗ്യനായി. യേശുവിനെ അവൻ അനുഗമിച്ചു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഇത്രമാത്രം അനുഭവങ്ങൾ, ദൈവസാന്നിധ്യത്തിന്റെ കൃപകൾ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ തന്നെയാണ് നാമും. ഇന്ന് സുവിശേഷം പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. സാന്ത്വനത്തിന്റെ സാമീപ്യമായി, സൗഖ്യത്തിന്റെ കൃപാവരമായി നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുവാൻ വിളിക്കുന്നു. ഇന്നും ആ വിളി തുടരുകയാണ്. നാം ചിലതൊക്കെ ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആ വിളിയുടെ അർത്ഥവും ആത്മീയത ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകും. അന്ധനായ മനുഷ്യൻ പുറങ്കുപ്പായി ഉപേക്ഷിച്ചതുപോലെ, യേശുവിന്റെ അരികിലേക്ക് അവൻ വന്നതുപോലെ, അവൻ കർത്താവായ യേശുവിൽ വിശ്വസിച്ചതുപോലെ, ക്രിസ്തുവിനെ സൗഖ്യം പ്രാപിച്ച ശേഷവും അനുധാവനം ചെയ്തതുപോലെ നമുക്കും സാധ്യമായാൽ നമ്മുടെ ജീവിതം
അനുഗ്രഹദായകമാകും. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ. യേശു നിന്നെ വിളിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന വിളി സ്വീകരിക്കുവാൻ നമുക്കും കാതോർക്കാം. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ. അന്ധനായ മനുഷ്യന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്കും കുറച്ചുകൂടി പ്രകാശമുണ്ടാകട്ടെ. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ വഴികളിൽ തിരിച്ചറിയുവാനും അവൻ രക്ഷകനാണ് എന്ന് ഏറ്റുപറയുവാനും കർത്താവായ യേശുവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള ആത്മീയ പ്രകാശം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാൻ